പിളർന്നു എന്ന് അദ്ദേഹം പറയണത്. സത്യത്തിൽ പിളർന്നൊക്കെയല്ല, വളർന്നൊക്കെയാണ്. സാമ്പിളിന് വേണ്ടി മാത്രം ഞാൻ വാഴക്കാട് പറയും. ഇയാൾ വാഴക്കാടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി വാഴക്കാടിന്റെ ചിത്രം അറിയുന്ന ആളുകളാ, കണക്കെടുത്തിട്ടാണ് പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് വരെ വാഴക്കാട് എന്ന പ്രശസ്തമായ കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ മുജാഹിദിന്റെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുജാഹിദിന് പള്ളി നമ്പർ 4 വാഴക്കാട്. നിങ്ങൾ പോയിട്ട് പറ, ഇയാൾ പ്രസംഗിച്ചത് മുജാഹിദ് തളർന്നൊക്കെ. മുജാഹിദിന് വാഴക്കാട് മാത്രം 4 പള്ളി വന്നു. ഈ 4 പള്ളിയിൽ ഒരു പള്ളി ആരുണ്ടാക്കിയെന്ന് അറബിനെ കൊണ്ട് ഉണ്ടാക്കിയത്? APയുടെ സജീവ പ്രവർത്തകനായി പേരോടിന്റെ ഒപ്പം നടന്ന് ഈ പ്രഭാഷണം സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു APയുടെ പ്രവർത്തകനാണ് മുജാഹിദായിട്ട് ഒരു പള്ളി കൊണ്ടുവന്ന 4ാമത്തെ മുജാഹിദിന്റെ പള്ളി. നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച അനവധി AP പ്രവർത്തകന്മാർ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച നിരവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ സുന്നത്ത് ജമാഅത്തിന് വിട്ടു, പറ്റ മുജാഹിദായിട്ടില്ല, ജമാഅത്തോടെ എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് മാറി. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ അവിടെ സംഘടിത സക്കാത്ത് നേരത്തെ ഇല്ല, തുടക്കം കുറിച്ചു. വമ്പിച്ച ജനപങ്കാളിത്തമുള്ള ഖുർആൻ ക്ലാസ് ഭംഗിയായി എത്രയോ കാലം അവിടെ നടന്നു വന്നു. വലിയ പങ്കാളിത്തത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തരത്തിൽ മാറ്റമുണ്ടായെന്ന് മാത്രമല്ല, സാക്ഷാൽ പേരോട് വാഴക്കാട് പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ ആദരവോടുകൂടി ഭക്ഷണം കൊടുത്തിരുന്ന, അയാളെ വീട്ടിലാണ് താമസിച്ചിരുന്നതും എല്ലാ ഗ്രന്ഥങ്ങളും ശരിപ്പെടുത്തിയതും ഇയാൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത അവിടുത്തെ വാഴക്കാട്ടെ പ്രമുഖനായ മനുഷ്യൻ ഇന്ന് കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടല്ല. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടാണ് ഇയാൾ പറയണത് ഞാൻ പ്രസംഗിച്ചിട്ട് മുജാഹിദ് തളർന്നു, വളർന്നിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഈ ഞാൻ പ്രസംഗിച്ചല്ല പറഞ്ഞപ്പോ ഒരു സാമ്പിൾ വാഴക്കാട് പറഞ്ഞതാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ മഹല്ലുകൾ എണ്ണിങ്ങനെ എടുത്താൽ കേരളത്തിലെ 90% മഹല്ലുകളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെ വളർത്തിയതിൽ നിർണായകമായ പങ്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും അനുയായിയുടെയും പ്രവർത്തനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി.